Hi guys, so welcome back to my channel. അപ്പോൾ ഇന്ന് നമ്മുടെ ഡേ 3 ആണ് വിയറ്റ്നാമിൽ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ദനാങ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. ശരിക്കും വിയറ്റ്നാം എന്ന് പറയുന്നത് 3 മേജർ സ്ഥലങ്ങളാണുള്ളത്: ദനാങ്, ഹനോയ്, അതുപോലെ ഹോച്ചിമിൻ സിറ്റി. അപ്പോൾ നമ്മൾ ഈ ട്രിപ്പിൽ മെയിൻ 2 സിറ്റീസാണ് കവർ ചെയ്യുന്നത്, ദനാങ്ങും ഹനോയും. അപ്പോൾ നമ്മൾ 2 ദിവസം ദനാങ്ങിൽ ഓൾറെഡി സ്പെൻഡ് ചെയ്തു. പിന്നെ നമ്മൾ ഹനോയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് പാക്കേജുകാർ തന്നെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏർലി മോർണിംഗ് ഫ്ലൈറ്റാണ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങി 5:30 ആയപ്പോഴേക്കും റൂമിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ നമ്മൾ എയർപോർട്ടിലെത്തി. പിന്നെ നമ്മുടെ ഹോട്ടലുകാർ ഭയങ്കര നല്ല ആൾക്കാരായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞായിരുന്നു നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റില്ല, രാവിലെ ഏർലി മോർണിംഗ് നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യുമെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവർ നമുക്ക് 4 പേർക്കും ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീൽ പാക്കേജ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മളത് എയർപോർട്ടിൽ ഇരുന്ന് കഴിക്കാൻ പോണേണ്. എന്നിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഹനോയിലോട്ട്. അപ്പോൾ ഹനോയിലെ ബാക്കി വിശേഷങ്ങൾ അവിടെ കാണാം. നമ്മൾ ഹനോയ് എയർപോർട്ടിലെത്തി. ഇപ്പോൾ നമ്മുടെ ക്യാബ് ഡ്രൈവർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാബിലേക്ക് പോവാണ്. സോ ഗൈസ്, നമ്മളിപ്പോൾ ഹനോയിലെത്തി. ഹനോയിൽ നമ്മുടെ ഹോട്ടലിലെത്തി. ഹോട്ടലിൽ ചെക്ക് ഇൻ ടൈം വരുന്നത് 12 മണിക്കാണ്. അപ്പോൾ നമ്മൾ അത്ര നേരം നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഇവിടേക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് ഓർത്ത് ഓൾഡ് ക്വാർട്ടർ ടൗണിലൊക്കെ ഒന്ന് പോകാൻ വേണ്ടി പോണേണ്. എന്നിട്ട് വന്നിട്ട് നമുക്ക് സിറ്റി ടൂർ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പോണേണ്. ഇൻസ്റ്റാഗ്രാമിൽ മൊത്തം വൈറലായിട്ടുള്ള റെയിൽവേ സ്ട്രീറ്റിലാണ് ഉള്ളത്. ട്രെയിൻ വരുമ്പോൾ കഫേസ് ഫുള്ള് സൈഡിലുള്ള ആ ഒരു അടിപൊളി സ്ട്രീറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മളിവിടെ എത്തി, എല്ലാം സെറ്റായി, ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ട്രെയിൻ തന്നെ. അപ്പോൾ ട്രെയിൻ വരുമ്പോൾ ഉള്ള വീഡിയോസ് ആയിട്ട് ഞാൻ വരാം. വൈറൽ എഗ് കോഫി ഹൗസ് ഉണ്ട്. എഗ് കോഫി ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയൂ. റൂമിലെത്തി. ഫുഡൊക്കെ കഴിഞ്ഞ ലോബിയാണ്. ഞാൻ പറഞ്ഞ പോലെ ക്രിസ്മസ് ഇവർ അത്ര സൂപ്പറായിട്ടാണ് ഡെക്കോറേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ഹനോയിലെ നമ്മുടെ റൂം ഇതാണ്. ഇപ്പം നമ്മുടെ സിറ്റി ടൂറിന് പോകാൻ പോണേണ്. നമ്മുടെ ഗൈഡും ക്യാബൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഹനോയാണ് കവർ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ വിയറ്റ്നാം മ്യൂസിയം കാണാൻ വന്നിരിക്കുവാണ്.
ഗൈസ്, അപ്പോൾ ഇപ്പോൾ നമ്മളുള്ള നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനിലാണ് സിറ്റി ടൂറിൻ്റെ. നമ്മൾ 2 മ്യൂസിയംസ് വിസിറ്റ് ചെയ്തായിരുന്നു. വിയറ്റ്നാമിൽ ഫ്രഞ്ചും അതുപോലെ അമേരിക്കൻസും വാറ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിൽ ഇവിടെ ഉണ്ടായിരുന്ന കുറേ കാര്യങ്ങൾ ഇവർ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഉള്ള 2 മ്യൂസിയത്തിൽ നമ്മൾ പോയി. പിന്നെ ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടുത്തെ ഒരു ടെമ്പിളിലാണ്. ഈ ടെമ്പിളിൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണാൻ വേണ്ടിയിട്ട്. സറൗണ്ട് ചെയ്തിരിക്കുന്നത് ഒരു റിവറിൻ്റെ നടുക്കായിട്ടാണിത്. പിന്നെ ഫുള്ള് ട്രീസ്, പ്ലാന്റ്സ്, ഫുള്ളൊരു പച്ചപ്പാണ് ഇവിടെ. വേറൊരു വൈബാണ് ഇവിടെ. കയറുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഫീലാണ്. അപ്പോൾ ഇന്നത്തെ ലാസ്റ്റത്തെ സ്പോട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ കുറച്ച് നേരം കൂടി സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ റൂമിലോട്ട് പോകും. നമ്മളെ റൂമിൽ അവർ ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ അതോടെ നമ്മുടെ ഡേ 3 അവസാനിക്കും. അപ്പോൾ നമ്മൾ റൂമിലെത്തി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇനിയിപ്പോൾ ഒന്ന് പുറത്തോട്ട് ഇറങ്ങുവാണ്. മാർക്കറ്റും അതുപോലെ തന്നെ ഇവിടുത്തെ ക്രിസ്മസിലെ ലൈറ്റ്സൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് പുറത്തോട്ട് പോകണേണ്. പിന്നെ കുറച്ച് ഷോപ്പിങ്ങും ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങാൻ പോണേണ്. In hand 2 lakhs VND. 2 lakhs ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങൾ വിയറ്റ്നാം എത്തിയപ്പോൾ റിച്ച് ആയി. Exploring Vietnam. എൻ്റെ കയ്യിൽ 6 lakhs ഉണ്ട് ഗൈസ്. ഞാൻ കുറച്ചധികം റിച്ച് ആണ്.